ഓക്കെ, സനൂപ തുടരൂ. അക്ഷയ കൃഷ്ണാനന്ദ് കൂടി ചേരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അക്ഷയ ചേരുന്നത്. അക്ഷയ, പരിക്കേറ്റ് എത്ര പേരെയാണ് അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് നാഗർകോവിൽ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് പരിക്കേറ്റത്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ ആദ്യം വെഞ്ഞാറമൂട് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇവരെന്തായാലും ഇപ്പോൾ ആശുപത്രിക്ക് കാഷ്വാലിറ്റിയിലാണ്, ഇപ്പോൾ ചികിത്സയിലാണ്. ഗുരുതരമല്ല എന്നുള്ളതാണ്, ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. വിനീഷ, അതായത് ഈ വിനോദയാത്രയ്ക്ക് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വിനോദയാത്രയ്ക്ക് എത്തിയവരാണ്, ആ ഒരു ഹാപ്പി ലാൻഡിൽ എത്തിയവർക്കാണ് പ്രാഥമികമായി അപകടം പറ്റിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ, ഇവരുടെ പരിക്കുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഇവരുടെ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളതാണ്. ആദ്യം 3 പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്, പിന്നാലെയാണ് മറ്റ് 2 പേരെയും എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളും കൂടെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ പരിക്കേറ്റിട്ടുള്ള 5 പേരും ഇവിടെയാണ്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവർ നാഗർകോവിൽ സ്വദേശികളാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദിശ, ശരി അക്ഷയ, കൂടുതൽ വിശദാംശങ്ങൾ എടുത്തോളൂ. ഞാൻ അക്ഷയയിലേക്ക് തിരികെ എത്താം. മറ്റൊരു വാർത്ത